ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്ന അനേകം ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലഘട്ടം പോലെയല്ല. ഇപ്പം നമുക്ക് കൂടുതൽ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വളരെ ദൂരെയുള്ളൊരു പേഴ്സണെ വരെ നമുക്ക് അതായത് പരിചയപ്പെടാനും അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് സാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എന്ത് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദൂരം ഇവർക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലായി കാണാറുണ്ട്. പക്ഷെ ശ്രദ്ധയോടുകൂടി പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ പ്രശ്നങ്ങൾ വളരെയധികം വരുന്നുണ്ട്. അതെന്താണ്, എന്താ ചെയ്യാന്നുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അത് തന്നെയാണ്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോയിക്കോളും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കാര്യമാക്കാതെ വിടുകയാണെങ്കിൽ അധികകാലം ആ ഒരു ബന്ധം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതലായിട്ട് ക്വാളിറ്റിക്കാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ദൂരെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് ഷെഡ്യൂളും ഒന്നും ഒരേപോലെ ആവണം എന്നില്ല. കുറേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന സമയത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓക്കെ ആവുന്ന കറക്റ്റ് ടൈമിൽ ആവില്ല അവർക്ക് ഉണ്ടാവുക. ജോബ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ടൈം ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അത് ഓക്കെ ആവില്ല. അപ്പൊ പരസ്പരം അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പറ്റുന്ന സമയത്ത് രണ്ടുപേർക്കും ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ കോൾ ചെയ്യാം. ഇവിടെ പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത്. അതായത് കുറേ സമയം കിട്ടിയിട്ട് നിങ്ങൾ മിണ്ടാതെ രണ്ടുപേരും എന്നിട്ട് പിന്നെന്താ ഇങ്ങനെ ചോദിക്കുന്ന നല്ല കാര്യം. ഇതൊരു രസമാണ് കേട്ടോ, ഇങ്ങനെ ചോദിക്കുന്നതിലും ഒരു ഭംഗിയുണ്ട്. എന്നാലും നിങ്ങൾക്ക് കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഈ കുറച്ച് സമയത്തിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ പറയുന്നുണ്ട്, അന്ന് നടന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുറേ സമയം കിട്ടുന്നതാണോ കുറച്ച് സമയം കിട്ടുന്നതാണോ, അതിൽ എന്താണ് കൂടുതൽ നല്ലത്? എത്ര സമയം കിട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിലാണ് പ്രാധാന്യം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര സമയം കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, അത് നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു അവർക്ക് വേണ്ടി ആ ടൈം എന്നുള്ളതിലാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ അവരുടെ അടുത്ത് പറയുക. ഭാവി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് പറയുക. ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. സോ ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെയിലി കോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഒരു ദിവസം നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുക, എനിക്കിന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ളത്. മെസ്സേജിലൂടെയെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കുറേ പേർക്കിടയിൽ പ്രശ്നം വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ട്രസ്റ്റ് പ്രോബ്ലമാണ്. അതായത് ഇപ്പൊ ദൂരെയുള്ള ആളുകൾ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേരിട്ട് ഡെയിലി കാണുന്നില്ല. അതായത് നേരിട്ട് ഡെയിലി കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഫോണിൽ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, കോൾ ചെയ്ത് സംസാരിക്കാം, ഒക്കെ ഉണ്ട്. പക്ഷേ ഡെയിലി കാണാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ സംശയങ്ങൾ കൂടി വരും. ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഉറപ്പില്ലല്ലോ ഇത് തന്നെയാണോ ആൾ ചെയ്യുന്നുണ്ടാവുക. ഈ സമയത്ത് പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളുടെ കൂടെ പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. അതായത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളുടെ കൂടെ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പുറത്ത് പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളത് കാണുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ സംശയങ്ങൾ വരും. ആ ഒരു സമയത്ത് നമ്മൾ വിളിച്ചിട്ട് അവർ എടുക്കുകയും കൂടി ചെയ്തില്ല എന്ന് വിചാരിച്ചോ, അതായത് ഞാൻ ചെറിയ തിരക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയോ, അതല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, മെസ്സേജ് നോക്കുന്നില്ല, ബട്ട് ഓൺലൈനിൽ വരുന്നുണ്ട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് വിശ്വാസം ഇങ്ങനെ ഉള്ളിൽ അവരുടെ അടുത്തുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ കുറഞ്ഞു പോകുന്നില്ല. നമ്മുടെ തെറ്റല്ല അത്, പക്ഷെ അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. ഇന്ന സമയത്ത് ഞാൻ പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല എന്നുള്ളത് പറയാം. ഇനിയിപ്പോൾ അഥവാ അവരെ വിളിച്ചു എന്ന് വിചാരിക്കുക, നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് ചോദിക്കുക. എന്നിട്ട് കറക്റ്റ് അവരുടെ അടുത്ത് കാര്യം പറയാം. അതേപോലെ നിങ്ങൾക്കുള്ള ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് പറയണമെന്നല്ല, പക്ഷെ എന്നാലും നിങ്ങൾ ആരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരോടൊക്കെ സംസാരിച്ചു എന്ന് പറയണമെന്നൊന്നുമില്ല. എന്നാലും
കുറച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരാളുമായിട്ട് ഒരു ഫോട്ടോ നിങ്ങൾ സ്റ്റാറ്റസ് സ്റ്റോറി വെച്ചു എന്ന് വിചാരിക്കാം. ആ ഒരാൾ ഇവർക്ക് പരിചയമില്ലെങ്കിൽ ഇവർ വിചാരിക്കും, അതും നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇവർ വിചാരിക്കും എന്താണ്, അയ്യോ ഇതാരാ, ഈ ഒരാളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു സംഭവം വരും. അപ്പോൾ ഒരു സംശയം അങ്ങനെ ഉള്ളിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്, അവരുടെ തെറ്റൊന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ചെറിയ രീതിയിൽ പോലും സംശയം അങ്ങോട്ടും ഇങ്ങോട്ടും വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ, അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഡെയിലി നിങ്ങൾ സംസാരിച്ചിരിക്കണം എന്നുള്ളത്. ഒരാളുടെ മൈൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി സംസാരിക്കണം എന്നൊന്നുമില്ല, ഒന്നരാടമെങ്കിലും സംസാരിക്കണം എന്ന് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് ഡെയിലി സംസാരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് പറയണം. കാരണം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡെയിലി സംസാരിക്കണമെന്ന് നിർബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പൊ അയാൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങൾ ഈ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അവരെ അങ്ങനെ ഡെയിലി വിളിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമുള്ള ഒരു നിരാശ ഫീൽ ചെയ്യും. എന്നെ എന്താ ഡെയിലി വിളിക്കാത്തത്, എന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ ഡെയിലി വിളിക്കുമല്ലോ, ഈ സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അവരുടെ അടുത്ത് ഒരു ഇത് വരും, അതായത് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ആ ഒരു സംഭവം വരും. യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ആവില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളത് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, അപ്പോൾ ഡെയിലി എന്നെ വിളിക്കണം കേട്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് സംസാരിക്കണം കേട്ടോ എന്നുള്ളത് പറയാം. അതേപോലെ അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു പേഴ്സണോട് സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊക്കെ നിങ്ങൾ അവരോട് പറഞ്ഞേ പറ്റുള്ളൂ. ഇതൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഓഫ്കോഴ്സ് അവർ സംസാരിക്കും. അവരോട് സംസാരിക്കാൻ വരുന്ന ഒരാളോട് ചിലപ്പോൾ അവർ സംസാരിക്കും. നല്ല ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് മാറാം. അപ്പം നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാവില്ല. അപ്പോൾ അത് പിന്നീട് ഒരു പ്രശ്നമായിട്ടൊക്കെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞിരിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റുള്ളൂ. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭാവിയെക്കുറിച്ച് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അത് രണ്ടുപേരും ഷെയർ ചെയ്യണം. അതിലാണ് ശരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് മാത്രം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് മാരേജിനെ കുറിച്ച് പറയാത്തത്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഇതുവരെ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം അവർക്ക് ഫീൽ ചെയ്യും. സോ നിങ്ങൾ അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഭാവി സങ്കല്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് പ്രകടിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യും, ഓഫ്കോഴ്സ് അത് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. അത് കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകുമ്പോൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് കുറയ്ക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പം ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതല്ലാതെ ഉള്ളിലിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഓവർ തിങ്കിങ് വരും. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ വരും. അപ്പം നമുക്കത് അവരോടുള്ള ദേഷ്യമായിട്ട് മാറും. അതുകൊണ്ട് കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് മാക്സിമം ഒഴിവാക്കുക, അപ്പം എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു ജോബ് ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഡിപ്പെൻഡ് ആയിരിക്കരുത് ഒരാളെയും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി, ഫ്രണ്ട്സ്, ജോബ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവർക്കും അത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾ എപ്പോഴും അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, അവരില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അവരാണ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വരും എന്നുള്ളതാണ്. അത് നല്ലതല്ല. അതേപോലെ അവർ തിരിച്ചും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നല്ലതല്ല. രണ്ടുപേർക്കും നിങ്ങളുടെ രണ്ടുപേരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക വേണമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ ഞാൻ അങ്ങനെ പറയുന്നതല്ല, എന്നാലും ചെറിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ കൂടി ശ്രമിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ കാര്യങ്ങൾ തന്നെ ധാരാളമായിട്ട് മതി. അപ്പോൾ എന്തായാലും ഇനി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും കുറച്ച് ദൂരം ഒക്കെയുള്ള, അതായത് ലോങ് ഡിസ്റ്റൻസിലിരിക്കുന്ന റിലേഷൻഷിപ്പുകളൊക്കെ വിജയിക്കട്ടെ, എല്ലാവർക്കും ഒന്നാവാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.